ഹായ്. ഔട്ട്ഡോറാണ്. എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇനി ചില റിയാലിറ്റികൾ നമ്മുടെ നാട്ടിലെ നേരം വെളുക്കാത്ത ലീഗന്മാർക്കും കോൺഗ്രസ്സുകാരന്മാരെയും കേൾപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഇവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനായിട്ട് വി ഡി സതീശനും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവരെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം BJP ഡീലാണ്. ഇനി അതിനെതിരെ ഏക ശബ്ദമായിട്ട് നിലകൊള്ളുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമാണെന്നുള്ള പ്രചരണം നിങ്ങൾ പലയിടത്തും കേട്ട് കാണും. ആകെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ളത് ആര് മാത്രമാണ്? അത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ആണ്, ദേശീയ തലത്തിൽ അവരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ലീഗിനകത്തുള്ള നേതാക്കന്മാർക്കെങ്കിലും ആ വിശ്വാസമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? നിങ്ങളെ ലീഗിൻ്റെ സംസ്ഥാന നേതാവ് മുൻ MLA ഒക്കെ ആയിട്ടുള്ള KNA ഖാദറിൻ്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചതാണ്. ഇത് കേൾപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ നാട്ടിൽ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സംഘപരിവാറുകാരും കോൺഗ്രസ് ഇന്ത്യയിൽ ആകമാനം ഉപയോഗിച്ച, അതായത് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി സംഘപരിവാറിന് വേണ്ടി ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ചെയ്ത പ്രവർത്തനം കേരളത്തിലും ഈ മത കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പണിയെടുത്ത ഒരു സാഹചര്യമാണ്. അവിടങ്ങളിലെല്ലാം ഇന്ത്യയിൽ ഇനി പ്രധാനമന്ത്രിയാകാൻ ആരേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ പോരാടാൻ ആരേ ഉള്ളൂ എന്ന് ലീഗന്മാരും ചില മുസ്ലിം മതവിഭാഗക്കാരും ന്യൂനപക്ഷ മതവിഭാഗക്കാരൊക്കെ സ്വപ്നം കാണുമ്പോൾ ലീഗിലുള്ളവർ തന്നെ എന്താണ്, അത് KNA ഖാദറിൻ്റെ ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നേരം വെളുത്തു എന്ന് തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കേരളത്തിൽ സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഈ സന്നിഗ്ധ ഘട്ടത്തിലുള്ള വിദേശയാത്ര കൊണ്ട് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. എന്താണ് ഇന്നത്തെ BJPയുടെ അവസ്ഥയെന്ന് നിങ്ങൾ KNA ഖാദർ പറയുന്നത് കേട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴാണല്ലോ അത് കോൺഗ്രസിനെ മുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്നൊക്കെ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ KNA ഖാദർ പറഞ്ഞത് ഒന്ന് ചെവി തുറന്ന് കേൾക്കും. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 1977 മാർച്ച് മാസത്തിൽ ഒരു പുലർച്ചെ അസ്സലാത്തു ഖൈറും മിനന്നൗം പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ ഉറങ്ങാതെ റേഡിയോ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയാണ് എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. രാത്രിയിൽ അന്ന് മലയാളമൊന്നുമില്ല, ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല, റേഡിയോ മാത്രമാണ്. അപ്പൊ റേഡിയോ പറഞ്ഞു സുബഹിക്ക്, ശ്രീമതി ഗാന്ധിനെ റായ് ബറേലി മേ അപന നിഗഡം പ്രതിദ്വന്ദി സെ ബഹുത്ത് പീച്ചേ ഹേ. നിഗഡം പ്രതിദ്വന്ദി പറഞ്ഞാൽ തൊട്ടടുത്ത എതിരാളി എന്നാണ്. ഇന്ത്യ ഒന്നും അറിയണമെന്നില്ല, രാഷ്ട്രീയത്തിലുള്ള ആവേശം കൊണ്ട് ഇന്ത്യ താനെ മനസ്സിലാവും നമുക്ക്. അതാണ് ശ്രീമതി ഗാന്ധിനെ റായ് ബറേലി മേ അപന നിഗഡം പ്രതിദ്വന്ദി സെ ബഹുത്ത് പീച്ചേ ഹേ. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സഞ്ജയ് ഗാന്ധിനെ 7,000 വോട്ടും സെ ഹരായ, ബൻസിലാലിനെ ഹരായ, ശുക്ലജീനെ ഹരായ. നേരം വെളുത്തപ്പോൾ ശുക്ല തോറ്റു, ബൻസിലാൽ തോറ്റു, സഞ്ജയ് ഗാന്ധി തോറ്റു, ഇന്ദിരാഗാന്ധി തോറ്റു. ലോകാവസാനം ടൈമായിരുന്നു ഇന്ത്യക്കാരുടെ മുഖത്ത് നോക്കിയിട്ട്. ഒരു കാലത്തും കോൺഗ്രസ് തോൽക്കുന്ന ആരും വിചാരിച്ചില്ല. കേരളക്കാർ നല്ല ബുദ്ധിയുള്ളവരായതുകൊണ്ട് കേരളക്കാർ ഒട്ടും വിചാരിച്ചില്ല. ഇപ്പോഴും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് വിചാരിച്ച് നടന്ന പാർട്ടികളുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളും പേടിച്ചാണ്. ഞാൻ 1-2 ആളോട് പറഞ്ഞു സാധ്യത ഇല്ലട്ടോ, പക്ഷെ എന്നോട് എന്തൊരു ദേശീയരുന്ന് പറയും. ഹൈ, നിങ്ങളെന്താ പറയണ്ടായിരുന്നു? ഭയങ്കര മാറ്റങ്ങളാണ്. എന്ത് മാറ്റം? ഈ കേരളത്തിലെ ആളുകളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ അവർ വലിയ ബുദ്ധിജീവികളും വിദ്യാസമ്പന്നരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരും രാഷ്ട്രീയം അറിയുന്നവരും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഏത് സമയത്ത് നമുക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ. ഇന്ത്യയെ നമുക്ക് മനസ്സിലായില്ല. 77 വീണ്ടും ഇന്ദിരാഗാന്ധി വരുന്നു വിചാരിച്ചിട്ട് കേരളത്തിൽ അച്യുതമേനോൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഗവൺമെന്റിനെ നമ്മൾ വീണ്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ ജയിപ്പിച്ചുകൂടെ? ഇന്ത്യ ആകെ അവർക്കെതിരായി, കോൺഗ്രസിനെ പരാജയപ്പെടുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദശയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്റെ മണ്ഡലത്തിൽപ്പെട്ട വേങ്ങരയിലെ ഒരു പയ്യൻ, ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി, അയാളുടെ മകൾക്ക് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടി വന്നു. ഇലക്ഷൻ കാലത്ത് നന്നായി വർക്ക് ചെയ്യുന്ന ഇടയിൽ അവൻ മകളെയും കൂട്ടി പോയി. ഒരാഴ്ച അവിടെ നിന്ന് മടങ്ങി വന്നു. അപ്പൊ ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹംസ എന്നാണ് ഒരു പേര്, ഹംസേ എന്തായി പോയിട്ട് അലഹബാദിലെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിച്ചു? ആഹാ, എന്ത് ശ്രദ്ധിക്കാനാ, കംപ്ലീറ്റ് BJP ആണ് പറഞ്ഞു. അവനാകെ അത്ര ഇംഗ്ലീഷ് അറിയുള്ളൂ. കംപ്ലീറ്റ് BJP ആണ്, വേറെ ആളും വരില്ലായിരുന്നു. അലഹബാദ് പോയിട്ട് ഒരാഴ്ച നിന്ന് മടങ്ങിയെന്ന്. ഇവിടെ നേതാക്കന്മാരെ മുഴുവൻ വരുന്നു, രാഹുൽ ഗാന്ധി ഇതാ വരാൻ പോകുന്നു. രാഹുൽ ഗാന്ധി എങ്ങനെ വരണം? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ആൾക്കാരോട് പറഞ്ഞു, അയാള് വയനാട്ടിൽ അവിടെ നിൽക്കേണ്ടി ഇവിടെ നിൽക്കേണ്ടി എന്നൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു അയാൾ നിൽക്കാൻ പാടില്ല, ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. അതായിരുന്നു ബുദ്ധി. രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തും മത്സരിക്കാതെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ജയിച്ചു വരികയാണെങ്കിൽ അന്നേരം പ്രധാനമന്ത്രി ആകാം. പിന്നെ 6 മാസത്തിനുള്ളിൽ മത്സരിച്ചാൽ പോരെ?
അപ്പോൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ ആളുണ്ടാവുമല്ലോ. ആകെ ഓടി നടന്നത് ആ ഒരു കുട്ടി മാത്രമാണ്. അവന്റെ കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ വയ്യാതെ പെങ്ങളും കൂടി കുറച്ച് ദിവസം ഉള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. ആരോടായി ഏറ്റുമുട്ടണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. നേരെയായിട്ട് നേതാക്കന്മാരാണ്. കോടാനുകൂടി 100 കൊല്ലം പ്രവർത്തിക്കാൻ ആവശ്യമായ അത്രയും സമ്പത്ത് കയ്യിലുണ്ട്. ബുദ്ധി തുളഞ്ഞ ബുദ്ധിയാണ്. ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലിലെ മൊസാദ് ഉണ്ട്, അമേരിക്കയിലെ CIA ഉണ്ട്, ലോകം മുഴുവനുണ്ട്, കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്. അതൊക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് അവരെ ലഘൂകരിച്ച് കാണാൻ പാടുണ്ടോ? ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ വളർച്ച ഇന്ത്യയിലുണ്ടായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ നിങ്ങൾ സൂപ്പിച്ചാൽ മതിയോ? ഒരു പ്രശ്നമില്ല, ഒന്നും ബേജാറാവണ്ട, ഒക്കെ നേരായിക്കോളും, ഷിഫാക്കും എന്ന് പറഞ്ഞാൽ മതിയാ. എന്നിട്ട് റൂത്ത് ഊതിയാണ് പോയാൽ മതി. ഇതിൽ ദാറ്റ് ഈസ് നോട്ട് പോളിറ്റിക്സ്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. BJP അത്ര ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും ശക്തമാണ്. അതിന്റെ നേതാക്കന്മാർക്ക് ഒരു ക്ഷാമവും. എത്ര നിര, 25 നിര ഇട്ടാലും നേതാക്കന്മാരുണ്ട് എല്ലാ സ്റ്റേറ്റിലും ജില്ലയിലും. എല്ലാ AI വീഡിയോ ഒന്നുമല്ല, നല്ല റിയൽ ആയിട്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വയനാട് കൊണ്ടുവന്ന് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിന് മത്സരിപ്പിക്കുന്നു. അതിനുശേഷം സംഘപരിവാറിനെതിരെയായ പോരാട്ടത്തിന് ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും നേരിട്ട് നമ്മൾ മത്സരിക്കില്ല. നേരെ സേഫ് സോൺ തേടി പ്രിയങ്ക ഗാന്ധിയോടെ വന്നു വയനാട് വന്നു. ആ വയനാട് വന്നവർ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചു കാലം കൂടി ഈ അധികാരം വേണമല്ലോ. അധികാര കസേരകളിൽ ഇരിക്കാനായിട്ടുള്ള സുരക്ഷിത ഇടങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിച്ചില്ലേ എന്ന് പറയുന്നത് പറയാൻ ചിലർ വരുമായിരിക്കും. അത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകൊണ്ടല്ല, അവിടെ SP എന്നൊരു പാർട്ടി ഉള്ളത് കൊണ്ട് അവരുടെ തോളിൽ ചവിട്ടി നിന്ന് അദ്ദേഹത്തിന് ലോകം കാണാൻ പറ്റി, അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് നേതാവാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ ആരുടെ തോളിൽ ചവിട്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്? അപ്പോൾ CPM അങ്ങനെയാണ്. ഇവിടെ കേരളത്തിലും അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കേരളത്തിലും ആരാണ് കോൺഗ്രസിനേക്കാൾ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ചോദിച്ചാൽ അത് ഇടതുപക്ഷമാണ്. അവരെ തകർക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും BJPക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നാട്ടിൽ ആയുധമാക്കാൻ പറ്റില്ല. കാര്യം എവിടെ കോൺഗ്രസിനെ കടത്തിവിട്ടോ നാളുകളിൽ കോൺഗ്രസിനെ BJP ആക്കാൻ സംഘപരിവാറിന് നല്ല അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തന പരിചയമുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് എന്താണ്, ഇവിടെ ആര് വരട്ടെ, കോൺഗ്രസ് വന്നോട്ടെ, എന്നിട്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു പ്രചരണം നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ തന്നെ ആലോചിക്കൂ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിൽ കേരളം വിടും, ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് CPM എന്ത് ചെയ്യുന്നു, BJPയോടൊപ്പം നിന്ന് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു നരേഷൻ പാവപ്പെട്ട ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതേതര ബോധമുള്ള മനുഷ്യരോട് പറയുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജ്യം സ്വാതന്ത്ര്യമാകുന്ന സന്ദർഭം തൊട്ട് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അന്ന് എതിർ ശബ്ദമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിനെ കേരളം വിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ആരാണ് തകർത്തത്? ഇടതുപക്ഷമാണോ? ഇന്നിപ്പോൾ രാജസ്ഥാനിലില്ല, UPയിലില്ല, അല്ലെങ്കിൽ മധ്യപ്രദേശിലില്ല, ഇവിടെയെല്ലാം സംഘപരിവാർ, അല്ലെങ്കിൽ ഗുജറാത്തിലില്ല. ഹിന്ദി ഹൃദയ ഭൂമിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആരാണ് നശിപ്പിച്ചത്? അവർ സ്വയം എന്തായി? അധികാരത്തിന് വേണ്ടി അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ എന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുന്നുണ്ടോ അന്നാണ് കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ വളഞ്ഞ വഴിയിലുള്ള പണിയൊക്കെ നിർത്തിയിട്ട് നേരാം വണ്ണം, അതായത് സംഘപരിവാറിനെ നേരിടേണ്ടത് രാഹുൽ ഗാന്ധി ഏതെങ്കിലും പ്രധാന വിഷയം വരുമ്പോൾ ഒളിച്ചോടി നേരെ BMW യാത്ര ചെയ്യാൻ പോകുന്ന കണക്കല്ല. ഫീൽഡിൽ വേണം എന്ത് ചെയ്യാൻ. ഈ തേരാപ്പാര നടന്നതുകൊണ്ടല്ല. ഓരോ പ്രശ്നത്തെ ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യും. ഈ നാട്ടിലെ വനിതാ ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പീഡന ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സിംഗിൾ ദിവസം അവരോടൊപ്പം പോയി അവിടെ ഒരു നിരാഹാരം രാപ്പകൽ കിടന്നെങ്കിൽ ആ സമരത്തിൻ്റെ ഗ്രാവിറ്റിയും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും എത്ര ഉന്നതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ രാജ്യം ഏറ്റവും പ്രധാന വിഷയങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇവർ ഉണ്ടാക്കുമ്പോൾ, അതായത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ സമരമുഖത്തൊന്നും രാഹുൽ ഗാന്ധി മുൻപന്തിയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മെനിങ്ങാന്ന് നിങ്ങളൊരു ദൃശ്യം കണ്ടു. പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ നാട്ടിൽ വന്ന് ഡീൽ ആരോപണം നടത്തിയിട്ട് നേരെ പോയി തൊഴുതു വണങ്ങി നിൽക്കുന്ന വ്യക്തിയെ, ഈ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ ബില്ല് കൊണ്ടുവന്ന ചർച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പോയി ചായ കുടിക്കുന്ന ദൃശ്യം കണ്ടു. ഇതൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഡീലല്ല. ആ ഡീല് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൂടി എത്തുന്ന ദിവസം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരം വെളുക്കുള്ളൂ എന്ന് ആര് തന്നെ പറയുന്നുണ്ട്. KNA ഖാദർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ലീഗിലെ കുറച്ച് നേതാക്കന്മാരെങ്കിലും ഇങ്ങനെ വെളിച്ചം വരുന്ന പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അവരെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് നിങ്ങൾ ഈ മധുര മനോജ്ഞ സ്വപ്നം കെട്ടിയതുകൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നു
പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ലീഗിലെ ചില നേതാക്കന്മാർ, എന്നാൽ അധികാരക്കൊതി മൂത്തവർക്ക് അതൊരു പ്രശ്നമല്ല. കേരളത്തിൽ ഒരു മതേതര പ്രസ്ഥാനം തകർന്നാലും ഞങ്ങൾ അധികാരത്തിൽ വന്ന് നാളുകൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ BJP യോ ആരോ ഭരിച്ചോട്ടെ എന്നൊരു മനോഭാവമാണ് ഇതിന് പിന്നിലെന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ.